ഞാനും ഒരു 5 വർഷം പ്രവാസിയായിരുന്ന ഒരാളാണ്. 93 മുതൽ 98 വരെ ഖത്തറിൽ ഞാൻ ജോലി ചെയ്തു. അധ്യാപകനായിട്ടും ഇന്ത്യൻ എംബസിക്ക് വേണ്ടിയും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പ്രവാസി ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ്. അതിൻ്റെ നന്മയെക്കുറിച്ചും അതിൻ്റെ തിന്മയെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി, അതിൻ്റെ ഒരു ഗ്ലാമറസ് ലോകത്തെക്കുറിച്ച് മാത്രം പലവരും സംസാരിക്കുമ്പോൾ അതുമാത്രമല്ല, അതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഉണ്ടെന്നും. പിന്നെ നേരത്തെ ശ്രീ എം എൻ നിഷാദ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വരുന്നവർക്ക് വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ് ഗൾഫിൽ വരുന്നവരോട്. കാരണം എന്തെന്നറിയൂ, ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തുമെന്നൊരു വിശ്വാസമുണ്ട്. മറ്റു ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് വരാറില്ല. അവരവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹിക്കുന്നത്. ഗൾഫ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നു, സമ്പാദിക്കുന്നു, ഇത് മുഴുവൻ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേകത ഗൾഫ് രാജ്യത്തിനുണ്ട്. ഗൾഫ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കാണുന്നതാണ്, ഗൾഫിലെ ഭരണാധികാരികൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആണ് തീർച്ചയായും അതെല്ലാം കഴിയുന്നതും. തീർച്ചയായിട്ടും ജീവിത അവസരങ്ങളിൽ അവരെ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ. അപ്പോൾ ഞാനീ പറയുന്നത് ഗൾഫ് എന്ന് പറയുന്നത്, പ്രവാസികൾ എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, ഗൾഫിൻ്റെ സംബന്ധിച്ചോളം വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴും എപ്പോഴാണോ യുദ്ധം, 89-90 കാലഘട്ടം അറിയാമായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോഴറിയാമായിരുന്നു. ഈ കരുന്ന കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നത് ഗൾഫിൽ ജീവിക്കുന്നവർ സ്വസ്ഥമായി ജീവിക്കുകയല്ല, കിട്ടുന്ന അവസരങ്ങൾ ഓണമായാലും വിഷുവായാലും എന്തായാലും ഒന്നിച്ചിരുന്ന ഒരു ഭക്ഷണം കഴിക്കുക, അയൽവാസികളുമായി ബന്ധപ്പെട്ടിരുന്ന് കഴിക്കുക, ഇത് സന്തോഷമാണ്. പക്ഷെ അവരവരുടെ പ്രയാസങ്ങളിലൂടെയാണ് ആ സന്തോഷം കണ്ടെത്തുന്നത്. അവരുടെ ഒരു സമ്പത്ത് നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. അവർക്ക് വേണ്ടി ഈ ഫ്ലൈറ്റ് ഫെയർ കൂട്ടുന്നത് പോലും എന്തുമാത്രം അനീതിയാണ് എന്ന് എത്രയോ കാലം കൊണ്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. വേറെ ഈ ഫ്ലൈറ്റിൻ്റെ സെക്ടറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ലോകം മുഴുവൻ അറിയാവുന്നൊരു കാര്യമാണ്. എന്തുമാത്രം വേദനയാണ് ഗൾഫിലെ ആൾക്കാർ അനുഭവിക്കുന്നത്. പൈസ ഉണ്ടാക്കുന്നതിന് ഒരു നല്ല ശതമാനം ഇവിടെ തന്നെ ചിലവാക്കേണ്ടി വരുന്നു, യാത്രയ്ക്ക് ചിലവാക്കേണ്ടി വരുന്നു. പക്ഷെ അത് പറയുന്ന ഗവൺമെൻറ് ആയിരുന്നാലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ബാക്കിയുള്ള എല്ലാവരും പറയുന്ന അല്ലാതെ നടപ്പിലാക്കാവുന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം. നമ്മളൊന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഒരു അവഗണന എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് വർഷം ഏത് ഗവൺമെൻറ് ആര് വന്നാലും ഒരു അവഗണന നമുക്ക് എപ്പോഴും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ റിക്കവർ ചെയ്ത് വരുന്നത് നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ, നിങ്ങളെപ്പോലെ പടങ്ങൾ വരുമ്പോഴും നിങ്ങളെപ്പോലുള്ള സംഭവങ്ങൾ ഒരു സന്തോഷം, അതാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന കൂടുതൽ കാര്യം. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഗൾഫിൽ വരുമ്പോൾ, മറ്റുള്ള ഇന്ത്യയിൽ പലയിടങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ പോകാറുള്ളതാണ്. പക്ഷേ ഗൾഫിൽ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ വരുന്ന ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞ പോലെ ഗൾഫിൽ ജോലിയും കൂടി ചെയ്തതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അന്തരീക്ഷവും സന്തോഷമാണ് നമുക്ക് തോന്നുക.